കൊല്ലത്ത് പള്ളിവളപ്പിൽ സെമിത്തേരിക്കടുത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം അതിലെ ദുരൂഹത ഇപ്പോൾ മാറുകയാണ്. അസ്ഥികൂടം പഠന ആവശ്യങ്ങൾക്ക് എത്തിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം. അസ്ഥികൾ എങ്ങനെ സ്യൂട്ട് കേസിലെത്തിയെന്നതിലാണ് അന്വേഷണം. വിവരങ്ങളുമായി അരുൺ രാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, ഗുഡ് ഈവനിങ്. രാവിലെ അരുൺ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു വാർത്തയുടെ ആംഗിൾ മാറുകയാണ്. അതിൽ ദുരൂഹതയില്ല. ഇത് പഠനാവശ്യത്തിനായി എത്തിച്ചതാണ്, അല്ലെങ്കിലും ഈ നമ്പർ ഇട്ട അസ്ഥികൂടമൊന്നും അങ്ങനെ കൊണ്ടുവെക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ദുരൂഹത നീങ്ങിയത്? ആ ഒരു ചെറിയ കഥയൊന്ന് പറയൂ. ക്രിസ്റ്റിന, ഇന്ന് രാവിലെ 8:30യോടെയാണ് നമുക്ക് ഒരു വിവരം ഈ കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നത്. ഒരു പള്ളി വളപ്പിൽ ബാഗിനുള്ളിൽ അസ്ഥികൂടം ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. അവിടേക്ക് എത്തുന്ന സമയത്ത് പോലീസ് പോലും ഉണ്ടായിരുന്നില്ല. ഈ അസ്ഥികൂടം സ്യൂട്ട് കേസിനുള്ളിൽ തന്നെ കൃത്യമായ നിലയിൽ അടുക്കി വെച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് വാർത്ത നൽകിയതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിക്കുകയും ചെയ്തു. പോലീസ് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അസ്ഥികൾക്കുള്ളിൽ നമ്പർ മാർക്ക് ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മാർക്കുകൾ ഈ അസ്ഥിക്കുള്ളിൽ ഉണ്ട്. ഇത് പരിശോധിച്ചപ്പോഴാണ് ഇത് വൈദ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പരിശീലനത്തിനടക്കം നൽകുന്നതാണ് എന്ന് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ദുരൂഹതയാണ് മാറിയത്. പക്ഷേ എന്തിനാണ് സ്യൂട്ട് കേസിനകത്ത് ഇത്തരത്തിൽ അസ്ഥി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. വലിയ രീതിയിൽ ജനങ്ങളെ അടക്കം പരിഭ്രാന്തരാക്കുകയും അതുപോലെ തന്നെ പോലീസ് ഈ കഴിഞ്ഞ നാളുകളിലടക്കം കാണാതെ പോയതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അടക്കം ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഫോറൻസിക്കിൽ ഇതുമായി നിർണായക വിവരം ലഭിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇതെവിടുന്നാണ് ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.